എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗെയിൻ ഇൻഫർമേഷൻ മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ക്ലാസ് 6 സോഷ്യൽ സയൻസിൻ്റെ ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുവാനും മറക്കല്ലേ. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മേക്ക് എ ലിസ്റ്റ് ഓഫ് മേജർ സോയിൽ ടൈപ്സ് ഇൻ കേരള ആൻഡ് തമിഴ്നാട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേരളത്തിലെ നോക്കാം, മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ അലൂവിയൽ സോയിൽ, മലയാളത്തിൽ നമ്മൾ എക്കൽ മണ്ണെന്ന് പറയും. രണ്ടാമത്തത് ലാറ്ററൈറ്റ് സോയിൽ, മലയാളത്തിൽ ലാറ്ററൈറ്റ് സോയിലിന് തന്നെ. മൂന്നാമത്തത് മൗണ്ടെയിൻ സോയിൽ, മലയാളത്തിൽ വനമണ്ണെന്ന് പറയും. നാലാമത്തേത് റെഡ് സോയിൽ, മലയാളത്തിൽ ചെമ്മണ്ണെന്ന് പറയും. ഇനിയും നമുക്ക് അവൈലബിലിറ്റി ഓഫ് വാട്ടർ, അതായത് ജലലഭ്യത, കേരളത്തിലെ ജലലഭ്യതയും കൂടെ നോക്കാം. ആനുവൽ റെയിൻഫാൾ എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്റർ, വാർഷിക മഴ വരുന്നത് 300 സെൻറ്റിമീറ്റർ. രണ്ടാമത് നോ നീഡ് ഓഫ് ഇറിഗേഷൻ, ജലസേചനത്തിൻ്റെ ആവശ്യമില്ല, കാരണം 300 സെൻറ്റിമീറ്ററോളം മഴ ലഭിക്കുന്നുണ്ട്. 44 റിവേഴ്സ്, 44 നദികളാണ് ഉള്ളത്. ഇനി നമുക്ക് തമിഴ്നാട്ടിലെ മെയിനായിട്ടുള്ള മേജർ സോയിൽ ടൈപ്സ് ഏതാ നോക്കാം. ആദ്യത്തേത് ലാറ്ററൈറ്റ് സോയിൽ, മലയാളത്തിലെ ലാറ്ററൈറ്റ് സോയിൽ തന്നെ പറയുന്നു. സെക്കൻഡ് വൺ റെഡ് സോയിൽ, ചെമ്മണ്ണെന്ന് പറയുന്നു. മൂന്നാമത്തേത് ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ്. നാലാമത്തേത് കോസ്റ്റൽ സോയിൽ, തീരദേശ മണ്ണ്. ഇനി നമുക്ക് തമിഴ്നാട്ടിലെയും അവൈലബിലിറ്റി ഓഫ് വാട്ടർ നോക്കാം. ജലലഭ്യത ആനുവൽ റെയിൻഫാൾ 95.9 സെൻറ്റിമീറ്റർ, വാർഷിക മഴ 95.9 സെൻറ്റിമീറ്റർ ആണ്. ലെസ് റെയിൻഫാൾ സോ ഇറിഗേഷൻ ഈസ് നീഡഡ്, മഴ കുറവായതിനാൽ ജലസേചനം ആവശ്യമാണ്. 14 റിവേഴ്സ്, 14 നദികളാണ് ഉള്ളത്. പിന്നെ ഒരു ആക്ടിവിറ്റിയും കൂടെ ഉണ്ട്. നിങ്ങളുടെ അടുത്തുള്ള കൃഷിയിടങ്ങളിൽ പോയി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ക്രോപ്പുകളെ പറ്റി എഴുതാൻ, ക്രോപ്പുകളുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഏലം, തേയില, കുരുമുളക്, ഇഞ്ചി, അതുപോലെ നിങ്ങളുടെ അടുത്തുള്ളത് നിങ്ങൾ ജസ്റ്റ് നോക്കി ഒരു പട്ടിക ആക്കി എഴുതുക കേട്ടല്ലോ. നന്ദി.